കോൺഗ്രസിന്റെ കള്ളപ്രചരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന് മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭരണഘടന മാറ്റിയെഴുതാൻ പോകുന്നുവെന്ന പ്രചരണത്തിലൂടെ കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇപ്പോൾ എല്ലാവരും വസ്തുത മനസ്സിലാക്കിയതിനാൽ ലോക്സഭയിലെ സാഹചര്യം നിയമസഭയിൽ ആവർത്തിക്കില്ല. മഹാരാഷ്ട്രയിൽ BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. പി സുനിൽ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട് കൂടി കാണാം. In Lok Sabha election, BJP got big setback in Vidarbha area. Congress did well. So what difference do you see? At the time of the parliament election, the Congress party tried their level best to confuse the people about BJP, that BJP is going to change the constitution of Baba Saheb Ambedkar. That was totally false. And that type of misunderstanding is now not in the mind of the people. Today the people are with us for the development. They will vote for BJP and we are going to win the election and we will form a government. നമുക്കിപ്പം പി സുനിൽ തന്നെ ചേരുന്നുണ്ട്. പി സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ 400 സീറ്റുകളെന്ന അതിമോഹവുമായി ഇറങ്ങിയ BJPക്ക് ഭരണഘടന മാറ്റിയെഴുതുന്നുവെന്ന വിവാദത്തിൽപ്പെട്ട് അന്ന് സ്വാധീനം നഷ്ടപ്പെട്ടിരുന്നു, കാലിടറുകയും ചെയ്തിരുന്നു. അതിപ്പോഴില്ല എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ചില പ്രേക്ഷകർ പി സുനിലിനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പി സുനിൽ, ഈ വിദർഭയിൽ പോയപ്പോൾ വിദർഭയിൽ കണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കൂ. പി സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും നിതിൻ ഗഡ്കരി ഇപ്പോൾ പറഞ്ഞതിൽ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഒരു ജന്മനാടായ ഈ ഒരു നാട്ടിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഏതായാലും നാഗ്പൂർ എന്നത് മഹാരാഷ്ട്രയിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലപ്പോഴും മഹാരാഷ്ട്ര രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പറയുക നാഗ്പൂർ ആരാണോ പിടിക്കുന്നത് അവർ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരും എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 48 സീറ്റിൽ 13 സീറ്റ് മഹാവികാസ് അഘാടി സഖ്യം നേടിയതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ വിദർഭ നാഗ്പൂർ മേഖലകളിൽ നിന്നായിരുന്നു. അപ്പോൾ നാഗ്പൂരിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഞങ്ങൾ നാഗ്പൂരിൽ ഇന്നലെ ഓറഞ്ച് തോട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു, അതുപോലെ തന്നെ പരുത്തി തോട്ടങ്ങളിലൂടെ സഞ്ചരിച്ചു, ഒരുപാട് കർഷകരെ കണ്ടു, ഒപ്പം തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കണ്ടു. നിതിൻ ഗഡ്കരിയുടെ പരിപാടി നടന്ന പ്രദേശത്തൊക്കെ തന്നെ ഒരുപാട് ആളുകളുമായി സംസാരിച്ചു. ഏതായാലും ഈ വിദർഭ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് ഇവിടുത്തെ ദളിത് വോട്ടുകൾ എങ്ങനെ എന്ത് ചിന്തിക്കും, എന്ത് നീക്കം നടത്തും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിതിൻ ഗഡ്കരിയുടെ ഈ ഒരു പ്രതികരണത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ ഒരു കള്ളപ്രചരണം എന്നത് ഡോക്ടർ BR അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെ മാറ്റിയെഴുതാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ ദളിത് വോട്ടുകളിൽ അന്നത്തെ കോൺഗ്രസിന്റെ പ്രചരണം വലിയ സ്വാധീനമുണ്ടാക്കി. അത് ദളിത് വോട്ടുകളെ വലിയ തോതിൽ പിളർത്തി. അത് കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ മഹാവികാസ് അഘാടി സഖ്യത്തിന് അനുകൂലമായി ഈ മേഖലയിൽ അതാണ് തിരിച്ചടിയായത് എന്നതാണ് നിതിൻ ഗഡ്കരി പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ദളിത് വോട്ടുകൾ പിളരാതിരിക്കാൻ എന്ത് ചെയ്യാനാകും? തീർച്ചയായും അതാണ് BJPയും മഹായുതി സഖ്യവുമൊക്കെ തന്നെ പ്രത്യേകിച്ച് വിദർഭ മേഖലയിൽ ശ്രമിക്കുന്നത്. വിദർഭ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കർഷക സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. കർഷക രോഷം അതിശക്തമായി നിൽക്കുന്ന ഒരു മേഖലയാണ് വിദർഭ. നമുക്കറിയാം, ഈ കർഷകർ ആത്മഹത്യ ചെയ്തൊരു കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. അതിൽ തന്നെ വിദർഭ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രം നോക്കിയാൽ ഏതാണ്ട് 3000-ഓളം കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അതിൽ വലിയൊരു ശതമാനം പരുത്തി കർഷകരാണ്. അവരുള്ളത് വിദർഭയിലാണ്. അപ്പോൾ അത്രയ്ക്ക് അതിരൂക്ഷമായൊരു സാഹചര്യമാണ്. നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചപ്പോൾ തുടർ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി നൽകാൻ സമയമില്ലായിരുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹവുമായി സംസാരിക്കാം. ഏതായാലും വിദർഭ എന്ന ഈ മേഖലയിൽ ദളിത് വോട്ടുകൾ, അംബേദ്കറുടെ നാടാണ് ഈ നാഗ്പൂർ മേഖല. അപ്പോൾ ഈ ഇവിടുത്തെ ദളിത് വോട്ടുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസും മഹാവികാസ് അഘാടി സഖ്യവും വളരെ പ്രധാനമായി ശ്രമിക്കുന്നത് ദളിത് മുസ്ലിം കോമ്പിനേഷൻ ഇവിടെ അനുകൂലമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അത് വർക്കൗട്ട് ആകുമോ, BJPയുടെ ആത്മവിശ്വാസം ശരിയാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. 62 നിയമസഭാ സീറ്റാണ് ഈ വിദർഭ മേഖലയിൽ ആകെയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 42 മഹാവികാസ് അഘാടി സഖ്യവും കോൺഗ്രസും ഒക്കെ മുന്നിലെത്തിയതാണ്. ഏതാണ്ട് ആ ഒരു അവസ്ഥ ഇത്തവണ ഉണ്ടാകില്ല എന്ന് BJP പ്രതീക്ഷിക്കുമ്പോഴും കർഷക രോഷം പലയിടങ്ങളിലും വളരെ ശക്തമായിട്ടുണ്ട്. കർഷകർക്ക് ഒന്നും ചെയ്തില്ല ഈ സർക്കാർ. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് BJP മഹായുതി സഖ്യവുമൊക്കെ തന്നെ പ്രസംഗിച്ച് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ പ്രവർത്തിച്ചതാണ്. കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും ഒരേ സർക്കാരായിരുന്നു. പക്ഷേ അപ്പോഴും കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്ന ശക്തമായ പരാതി കർഷകർക്കിടയിലുണ്ട്. അപ്പോൾ അത് ലോക്സഭയിലെ പോലെ തന്നെ അതേപോലെ നിയമസഭയിലും പ്രതിഫലിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം. അരുൺ. ഓക്കെ.
പി ആർ സുനിലാണ് നാഗ്പൂരിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. പി ആർ സുനിൽ പറഞ്ഞതുപോലെ വിദർഭയിലെ കർഷകരുടെ ആത്മഹത്യ, മഹാരാഷ്ട്രയിലെ മൊത്തം കർഷകരുടെ ആത്മഹത്യ ഞെട്ടിക്കുന്ന കണക്കുകളാണ് കേട്ടോ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം 557 കർഷകരാണ് മഹാരാഷ്ട്രയിൽ മാത്രം ജീവനൊടുക്കിയത് എന്നാണ്. നമ്മൾ കേരളത്തിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ എത്രമാത്രം വലിയ ചർച്ചാ വിഷയമായി. 557 കർഷകർ. അതിൽ കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ 1000-ത്തിലുമധികം കർഷകർ ഒരു വർഷം ജീവനൊടുക്കിയ സ്ഥലമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷേ കർഷകർ എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 62-ൽ 42 കോൺസ്റ്റിറ്റ്യുവൻസികളും ഈ ഭാഗത്ത് മഹാവികാസ് അഘാഡിയും കോൺഗ്രസിനെയും പിന്തുണച്ചതാണ്. ഇക്കുറിയും അങ്ങനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. കാരണം അന്ന് 400 സീറ്റിന്റെ പുറത്ത് BJP ആത്മവിശ്വാസം പ്രകടിച്ചപ്പോൾ അത് ഭരണഘടന തിരുത്തിയെഴുതാനും സംവരണം റദ്ദ് ചെയ്യാനുമാണെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രചരണമുണ്ടായിരുന്നു. ആ പ്രചരണം ഇത്തവണ വിലപ്പോവില്ല എന്നാണ് നിതിൻ ഗഡ്കരി പി ആർ സുനിലിനോട് പറഞ്ഞത്.